ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കപ്പ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും കപ്പ പുഴുക്കൊക്കെ തിന്ന് നമ്മൾ മടുത്തില്ലേ? ഇത് പാൽക്കപ്പ. ആദ്യം നമ്മൾ സാധാരണ പോലെ തന്നെ കപ്പ ചുരുക്കുന്ന പോലെ തൊലി പൊളിച്ച് അത് നമ്മൾ കുത്തി നുറുക്കി വേവിക്കാൻ വെക്കുകയാണ്. വേവിച്ച് നന്നായിട്ടത് ഊറ്റി എടുത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായത് പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി എന്നിവയാണ്. ഒരു ചെറിയ ചുള്ള വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി ചതച്ചെടുക്കുക. നമ്മുടെ കപ്പ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ ഉപ്പിടാം, അല്ലെങ്കിൽ ഈ സമയം ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ആ ചതച്ചെടുത്ത ഇൻഗ്രീഡിയൻസും കപ്പയുമായിട്ട് നമ്മൾ നന്നായിട്ട് ഉടച്ചത് യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ ഒരു അരക്കപ്പ് മതി. അത് നമ്മൾ നന്നായി കുറുകി പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2ഉം 3ഉം തേങ്ങാപ്പാൽ ഒരുമിച്ചാണ് എടുക്കുന്നത്. കാരണം ഈ കപ്പ നന്നായിട്ട് ലൂസായിട്ട് നമുക്ക് ആ തേങ്ങാപ്പാലിൽ കിടന്ന് കുറുകി കുറുകി വേവണം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ കപ്പ ഒന്ന് കുറുകി നന്നായി കിട്ടും. അതുവരെ 2ഉം 3ഉം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വേവിച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഓൾറെഡി വെന്തതാണ്, ഇനി നമ്മളൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇനി ഈ കുറുക്കിയെടുത്തതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അതുകൂടി ചേർത്തൊന്ന് ചൂടായാൽ മതി. തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയും കുറുക്കി അത് വല്ലാണ്ട് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് വേണം നമ്മുടെ പാൽക്കപ്പ. അങ്ങനെ നമ്മളത് സ്റ്റൗവൊക്കെ ഓഫാക്കി മാറ്റി വെച്ച് ഇനി നമ്മൾ കടുക് താളിച്ച് ചേർക്കാൻ പോവാം. ഞാനിവിടെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി ഇട്ടു. ചെറിയുള്ളി ഒന്ന് വഴഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി അത് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അങ്ങനെ പാൽക്കപ്പയിൽ നമ്മുടെ കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, തയ്യാറാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് നമ്മുടെ പാൽക്കപ്പയും ബീഫ് റോസ്റ്റുമാണ് കഴിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ എല്ലാ കോമ്പിനേഷനും നമ്മൾ പാൽക്കപ്പയുടെ കൂടെ അടിപൊളിയാണ്. അതുപോലെ തന്നെ മീൻകറിയും. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.